ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ബനാന കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പഴുത്ത ഏത്തയ്ക്ക 3 നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുത്തുകൊണ്ട് വരാം. വെന്ത് വന്നിട്ടുണ്ട്. തണുക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തൊലിയെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് ഞെരടിയെടുക്കാം. അതിനകത്ത് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിനൊരു കട്ടി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകും, നമുക്ക് കുഴച്ച് പരത്തിയെടുക്കുമ്പോൾ കിട്ടത്തില്ല. അതിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ നല്ല മഴയാണേ, നല്ല മഴയും കാറ്റുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കട്ട്ലേറ്റ് കൂടെ ഉണ്ടാക്കി കട്ടൻ ചായയായിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന്, ഒരുപാടൊന്നും മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് ട്രൈ ആയാൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഒരു 2-3 ഏലക്കായും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഏലക്കായും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നന്നായിട്ട് തേണ്ടതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വറുത്ത് വെച്ചത് ആ ഏത്തയ്ക്ക കുഴച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചിട്ട് ഓരോന്നും റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഓരോന്നും പരത്തിയെടുക്കാം റൗണ്ട് ഷേപ്പിൽ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് കാണുമെന്ന്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഒരു ബൗളിലോട്ട് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. ബാക്കിയെല്ലാം ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ പരത്തി വെച്ചേക്കുന്ന ഓരോ കട്ട്ലേറ്റ് ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനകത്തോട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലോട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഓരോന്നും എടുത്ത് നമുക്ക് മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു രക്ഷയില്ലാത്ത സാധനം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് കള്ളം പറയുമൊന്നുമല്ല, നല്ല സാധനം, നല്ല ടേസ്റ്റാണ്. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏത്തയ്ക്ക കട്ട്ലേറ്റ് ഇത്രയും ടേസ്റ്റ് ആവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമായത് ഉണ്ടാക്കാൻ, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടതാണ്. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ ചിക്കൻ കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതിനെക്കാട്ടും ഏറ്റവും എളുപ്പം, വെറും സിമ്പിളാണ്, എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ ടേസ്റ്റുമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വെച്ച് കട്ടൻ ചായയൊക്കെ ആയിട്ട് സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അധിക സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാൻ. തിരിച്ച് മറിച്ച് വിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. നല്ലതായിട്ടൊന്ന് ഉള്ളൊന്ന് വേവണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇത് കോരി മാറ്റാം.
ഓരോന്നും കോരി മാറ്റാം. എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ വെറുതെ പറയുന്നില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, അടിപൊളിയാണ്.